നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം. ജില്ലാതല അവലോകന യോഗം ചേർന്നു. രോഗസാധ്യത കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. തരൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഗേലോ തരൂരിന് ഞായറാഴ്ച തുടക്കമാകും. MLA കപ്പിന് വേണ്ടിയുള്ള വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുക. കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. അന്വേഷണം ആവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെയും SFIയുടെയും നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പുതുക്കോട് ചൂലിപ്പാടത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചൂലിപ്പാടം സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. രോഗം സ്ഥിരീകരിച്ചാൽ അംഗീകൃതമായ ചികിത്സാരീതികൾ അവലംബിക്കണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. പ്രകൃതി ചികിത്സാ രീതികൾ സ്വീകരിക്കുന്നതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ആയുഷ് വകുപ്പിന് നിർദ്ദേശം നൽകി. കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷ ഉറപ്പാക്കണമെന്നും കലക്ടർ പറഞ്ഞു. കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. സ്കൂൾ പരിസരങ്ങൾ, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ ശുദ്ധജലം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തരൂർ MLA PP സുമോദിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഗേലോ തരൂർ ജനുവരി 25, 26, ഫെബ്രുവരി 8 തീയതികളിൽ നടക്കും. 25-ന് രാവിലെ 9 മുതൽ പുതുക്കോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരം, വൈകിട്ട് കല്ലിങ്കൽപ്പാടം സ്കൂൾ ഗ്രൗണ്ടിൽ വോളിബോൾ, 26-ന് കോട്ടായിൽ ഫുട്ബോൾ മത്സരങ്ങൾ എന്നിവ നടക്കും. ഫെബ്രുവരി 8-ന് വൈകുന്നേരം വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വടംവലി മത്സരവും നടക്കും. കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പല വിധത്തിലുള്ള പീഡനങ്ങളും റാഗിങ്ങുകളും നടക്കുന്ന അന്തരീക്ഷമാണ് മിക്ക വിദ്യാലയത്തിലുള്ളത്. അത് പലപ്പോഴും ഇതിലും ഞാൻ അറിയാൻ കഴിഞ്ഞ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കേട്ടത്, ഇതിനെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു, ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് പരാതി കൊടുത്തു. എന്നിട്ടും അതിന് പരിഹാരം കാണുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആത്മഹത്യ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ആർക്കാണ് ഇത് വീഴ്ച സംഭവിച്ചത്? ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ആ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരും? മണ്ഡലം പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, P ബാലഗോപാൽ, മോഹൻ ബാബു, പ്രദീപ്, ഭവദാസ്, സുധാകരൻ പ്ലാക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സമഗ്ര